ഫുട്ബോൾ മൈതാനത്ത് വെറും 90 മിനിറ്റ് നീളുന്ന ഒരു മത്സരമല്ല ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള ഒരു പോരാട്ടം. ഇതൊരു യുദ്ധമാണ്. ചരിത്രവും പകയും ചേർന്നൊരുക്കുന്ന തീപ്പൊരി പോരാട്ടം. ഇന്ന് സെമി ഫൈനലിൽ വീണ്ടും ഇവർ നേർക്കുനേർ വരുമ്പോൾ പഴയ മുറിവുകൾ വീണ്ടും ഉണരുകയാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരം ലോകത്തെ ഏറ്റവും വലിയ വൈരമായി മാറുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം തുടങ്ങിയത് 1966 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലാണ്. വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ആ മത്സരം ഇന്നും വിവാദമാണ്. അർജന്റീനയുടെ ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിൻ അന്ന് പുറത്താക്കപ്പെട്ട രീതി ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ കറുത്ത ഏടാണ്. ഒരു അർജന്റീനൻ താരത്തെ പുറത്താക്കാൻ ഇംഗ്ലീഷ് റഫറി അനാവശ്യമായി ഇടപെട്ടു എന്ന് അർജന്റീന വിശ്വസിക്കുന്നു. അന്ന് മൈതാനം വിടും മുൻപ് അർജന്റീനയുടെ ക്യാപ്റ്റൻ ഇംഗ്ലീഷ് ആരാധകർക്ക് നേരെ കാണിച്ച ആംഗ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പകയുടെ തുടക്കമായിരുന്നു. അന്നു മുതൽ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ട് ശത്രുക്കളായി മാറി. പിന്നീട് 1986 ഫോക്ലാൻഡ് യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ കാലം. സ്റ്റേഡിയം ഒരു യുദ്ധക്കളമായി മാറുന്നു. ദൈവത്തിന്റെ കൈ എന്ന് മറഡോണ വിശേഷിപ്പിച്ച ആ ഗോൾ ഇംഗ്ലീഷ് ആരാധകർക്ക് നൽകിയ തീരാത്ത വേദനയാണ്. എന്നാൽ ആ മത്സരത്തിൽ തന്നെ മറഡോണ നേടിയ നൂറ്റാണ്ടിന്റെ ഗോൾ ഫുട്ബോളിന്റെ ചരിത്രം മാറ്റിമറിച്ചു. ആ കൈ കൊണ്ട് തൊട്ടപ്പോൾ അത് ഇംഗ്ലണ്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചതിയായിരുന്നു. പക്ഷേ അർജന്റീനയ്ക്ക് അതൊരു പ്രതികാരമായിരുന്നു. അന്നു മുതൽ അർജന്റീന ഇംഗ്ലണ്ടിന് അജയ്യരായ ശത്രുക്കളായി. വൈരം അവിടെയും അവസാനിച്ചില്ല. 1998 ഡേവിഡ് ബെക്കാമിനെ അർജന്റീനയുടെ സിമിയോണി പ്രകോപിച്ചതും ബെക്കാം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതും ഇംഗ്ലണ്ടിന്റെ ഹൃദയം തകർത്തു. അന്നു മുതൽ ഇംഗ്ലീഷ് ആരാധകർ സിമോണിയെ വെറുക്കുവാൻ തുടങ്ങി. ഇംഗ്ലണ്ടിന് ഇത് നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കുവാനുള്ള പോരാട്ടവും അർജന്റീനയ്ക്ക് തങ്ങളുടെ അജയ്യമായ ആധിപത്യം നിലനിർത്തുവാനുള്ള പോരാട്ടം കൂടിയാണ്. 1998 ആ ലോക പോരാട്ടം ഫുട്ബോൾ പ്രേമികൾ ഇന്നും മറന്നിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ തമ്മിലുള്ള ആ പഴയ തീവ്രത കളിക്കളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ഇന്ന് സെമി ഫൈനൽ വേദിയിൽ പന്തുള്ളുമ്പോൾ ആ പഴയ വൈര്യം പുതിയ രൂപത്തിൽ ഉണരും. ഇത്തവണ കളിക്കുന്നത് പഴയ താരങ്ങളൊന്നുമല്ല. പക്ഷേ അവരുടെ സിരകളിൽ ഓടുന്നത് ആ പഴയ പകയുടെയും അഭിമാനത്തിന്റെയും ചോരയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേവലം ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല, ഒരു വലിയ തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ്. രണ്ട് ടീമുകളുടെയും തന്ത്രങ്ങളും താരങ്ങളുടെ വീറും ആരാധകരുടെ ആവേശവും ചേരുമ്പോൾ ഇതൊരു ഫുട്ബോൾ വിരുന്നായി മാറുമെന്നത് സംശയമില്ലാത്ത കാര്യം. ആരായിരിക്കുമെന്ന് ചരിത്രം തിരുത്തി കുറിക്കുക? ഇംഗ്ലണ്ടിന്റെ പുതിയ തലമുറയോ അതോ അർജന്റീനയുടെ പഴയ പോരാളികളോ? ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നും നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകാതിരിക്കുക. മൈതാനത്ത് ആവേശം ഇരമ്പട്ടെ. നമുക്ക് നോക്കാം ആരായിരിക്കും ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നത് എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കൊള്ളുക.